الحمد لله رب العالمين. الحمد لله الذي جعل القرآن العظيم ربيع قلوبنا وجلاء أحزاننا وذهاب همومنا وغمومنا. أحمده على ما قضى وأبرم، وأشكره على ما أعطى وأنعم، وأشهد أن لا إله إلا الله رب الجود والكرم، وأشهد أن سيدنا ونبينا ومولانا محمدًا عبده ورسوله، نبي الرحمة وسيد الأمة، قادة الحق وصادة الخلق، وسلم تسليمًا كثيرًا كثيرًا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. ليعذب الله المنافقين والمنافقات والمشركين والمشركات، ويتوب الله على المؤمنين والمؤمنات، وكان الله غفورا رحيما. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب هب لي حكما وألحقني بالصالحين، واجعل لي لسان صدق في الآخرين، واجعلني من ورثة جنة النعيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. نور إله السماء قلب الغريب كما نورت قلب إمام من ناس غزالي. يا ربي أعط لنا علما وفهما كما أعطيت يا ربنا للشيخ غزالي. يا ربي هيا لنا من أمرنا رشدا، واجعل معونتك الحسنى لنا مددا، واجعل معونتك
الحسنى لنا مددا. സമാദരണീയനായ ചെയർമാൻ, അധ്യക്ഷൻ, ബഹുമാന്യനായ ഉസ്താദ്, ഉറൂസ് കമ്മിറ്റിയുടെ മറ്റ് കൺവീനർ ഭാരവാഹികളെ, ജമാഅത്തിൻ്റെ മറ്റ് ഭാരവാഹികളെ, ഉലമാക്കളെ, ഉമറാക്കളെ, വിശിഷ്ടാതിഥികളെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നല്ലവരായ ദീനി സ്നേഹികളെ, സ്നേഹമുള്ള ഉമ്മ പെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു ഈ മജ്ലിസിലിരിക്കുന്ന മുഴുവൻ പേരെയും സ്വർഗത്തിലും ഇതേപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ പവിത്രമേറിയ ഇൽമിൻ്റെ മജ്ലിസിൽ മഹത്തുക്കളെ സ്മരിച്ചുകൊണ്ട് ഇവിടേക്ക് ഒഴുകിയെത്തിയ എല്ലാ നല്ലവരായ സ്വാലിഹീങ്ങളായ സ്വാലിഹാത്തുകളായ സജ്ജനങ്ങൾക്കും ആ സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിൽ പരിലസിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അള്ളാഹു പൂർത്തീകരിച്ചു തരികയും രോഗങ്ങളിൽ നിന്ന് മോചനം നൽകുകയും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി ആ ആയുസ് അള്ളാഹുവിന് വേണ്ടി ചെലവ് ചെയ്യാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, എല്ലാ വർഷവും നമ്മൾ നടത്തി വരാറുള്ളത് പോലുള്ള ആ ഉറൂസിൻ്റെ സംഗമത്തിലാണ് നാം എല്ലാവരും. കഴിഞ്ഞ വർഷവും ഈ വിനീതൻ അൽഹംദുലില്ലാ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം വരാനും അള്ളാഹു അതിന് ഭാഗ്യം നൽകി അൽഹംദുലില്ലാ. നമ്മളെ നല്ലവരായ ആളുകൾ, ഇതിൻ്റെ സംഘാടകർ, പ്രവർത്തകർ ഓർക്കുകയും സ്മരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ ഒരു ഉപകാരമായി കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്നേഹം അത് സ്വർഗം വരെ അല്ലാഹു എത്തിക്കുമാറാകട്ടെ. പ്രവാസികളായ സഹോദരങ്ങൾക്കെല്ലാം അല്ലാഹു അർഹമായ കൂലി കൊടുക്കുകയും അവരുടെ കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. വെളിയിൽ നിൽക്കുന്നവരൊക്കെ കയറി അകത്തിരുന്നാൽ വലിയ കൂലി കിട്ടും. അതിന് പ്രത്യേക ഒരു ദുആ ഉണ്ട്. അകത്തിരിക്കുന്നവർക്ക് ദുആ വേറെ, വെളിയിൽ നിൽക്കുന്നവർക്ക് ദുആ വേറെ. സീറ്റ് കൺഫേം ആയവർക്ക് ട്രെയിനിൽ കയറാം, വെയിറ്റിംഗ് ലിസ്റ്റുകാർക്ക് വെളിയിൽ നിൽക്കാം. അതുകൊണ്ട് വ്യത്യാസമുണ്ട്, രണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൺഫേം സീറ്റ് പിടിച്ചാൽ നമുക്ക് സ്വർഗത്തിലൊരു സീറ്റ് കിട്ടും. ഇത് ഖുർആനിൻ്റെ സദസ്സ്, സ്വർഗത്തിൻ്റെ സദസ്സ്. ഇത് ഗാനമേളയുടെ സദസ്സല്ല. ഈ സദസ്സിലിരുന്ന് മരിച്ചാൽ സ്വർഗത്തിലാണ്, ഗാനമേളയുടെ സദസ്സിലിരുന്ന് മരിച്ചാൽ നരകത്തിലാണ്, സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് സ്വർഗത്തിൻ്റെ മജ്ലിസിലിരിക്കാൻ ആഗ്രഹിക്കുന്നവർ നേരെ ഇതിലോട്ട് കയറിയിരുന്നോളി. അത് നമ്മൾ ഈ ചന്തയിൽ ഇങ്ങനെ കറങ്ങി പെണ്ണുങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ ഉലാത്തി ഇരുന്നാലും ആ പോക്ക് നമുക്ക് സ്വർഗത്തിലേക്ക് എത്തൂല. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും കൊതിക്കുന്നവർക്കും ഇരിക്കാൻ പറ്റിയ മജ്ലിസാണ് ഈ റൗള. ഇതിപ്പോൾ റൗളയാണ്, സ്വർഗത്തിൻ്റെ മജ്ലിസാണിത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമായ ദീനിനെ കുറിച്ചാണ്. ഖുർആൻ ഹദീസും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇത് സ്വർഗീയ സദസ്സാണ്. ഇതൊരു സ്വർഗീയ വിരുന്നാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ വിരുന്ന് സൽക്കാരത്തിന് താല്പര്യമുള്ളവരാണ് ഇതിലേക്ക് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വെളിയിൽ നിൽക്കുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. കയറി ഇതിലേക്ക് ഇരിക്കും. ഈ 2 മണിക്കൂർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കും. എനിക്കും നിങ്ങൾക്കും അത് പ്രാവർത്തികമാക്കി അമലിൽ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇവിടെ വലിയൊരു ഹിഫ്ളിൻ്റെ സ്ഥാപനം നടക്കുന്നുണ്ട്. നമ്മുടെ ഈ മക്കാമുമായി ബന്ധപ്പെട്ട് അൽഹംദുലില്ലാ മഹത്തുക്കളുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അവിടെ കിട്ടുന്ന വരുമാനം, അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഭാഗം നന്മയ്ക്ക് വേണ്ടിയാണ് ചെലവ് ചെയ്യുന്നത്. 20-22ഓളം കുട്ടികൾ ഇപ്പോൾ ഇവിടെ ഹിഫ്ള് പഠിക്കുന്നുണ്ട്. ഈ വർഷം ഹിഫ്ള് പൂർത്തിയായി ഇറങ്ങുന്ന കുട്ടികളുമുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഈ സ്വതക്കകൾ അത് വലിയ പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നതിന് ഏറ്റവും വലിയൊരു തെളിവാണ്. ഖുർആനിനെ സ്നേഹിക്കുന്ന മക്കളായി നമ്മൾ മാറണം. പരിശുദ്ധമായ ഖുർആൻ എല്ലാ വിഷയങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല സവിസ്തരമായി ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എല്ലാ വിഷയവും അല്ലാഹു തആല ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു വിഷയം പോലും വിട്ടുപോയിട്ടില്ല. ഏത് വിഷയം വേണം നിങ്ങൾ ചോദിച്ചോളിൻ, അത് ആ ഖുർആനിലുണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ ഫിത്ന ഉണ്ടാകും. ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? കിതാബുള്ള, അള്ളാഹിൻ്റെ കലാമാണ്. അപ്പോൾ ഫിത്നകൾ ഇനി തുടങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് പരിശുദ്ധമായ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് 1,40,000-ഓളം വരുന്ന സ്വഹാബാക്കളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഉഗ്ര പ്രഭാഷണം നടത്തിയില്ലേ? ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തി റസൂലുള്ളാഹി തങ്ങൾ അവസാനം ഉഹദിലേക്ക് പുറപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും ഒരു പ്രഭാഷണം നടത്തുകയാണ്. ഫസല്ല അല ശുഹദാ, ശുഹദാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. കൽ മുവദ്ദിഇ ലിൽ അഹ്യാഇ വൽ അംവാത്. ആദരവായ ഹബീബായ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഒരുങ്ങിയതുപോലെ, വിട പറയാൻ സമയമടുത്തതുപോലെ ഉഹദിന്റെ പരിസരത്ത് വന്ന് ആ ശുഹദാക്കൾക്ക് വേണ്ടി സിയാറത്ത് ചെയ്ത് ദുആ ചെയ്ത് ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറയാൻ പോവുകയാണെന്ന മട്ടിൽ ജീവിച്ചിരിക്കുന്നവരോടും മരണപ്പെട്ടവരോടും ആദരവായ റസൂലുള്ളാഹി തങ്ങൾ അവിടെ വിടവാങ്ങൽ പ്രഭാഷണം നടത്തുകയാണ്. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ. അള്ളാന്റെ റസൂല് അവിടെ അടക്കം ചെയ്യപ്പെട്ട ആ ശുഹദാക്കൾക്കും സാലിഹീങ്ങൾക്കും സലാം ചൊല്ലുകയാണ്. വീണ്ടും ഹബീബായ തങ്ങൾ പറയുന്നു, അഖ്ബലത് ഫിതനുൻ കഖിതഇൽ ലൈലിൽ മുളിം. ഒരു വലിയ ഫിത്നകൾ ഇനി വരാൻ പോവുകയാണ് കേട്ടോ. അത് തുടരെ നിങ്ങളെ സമീപിക്കാൻ പോവുകയാണ് കേട്ടോ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഹയാത്തിലിരുന്നപ്പോ ആ ഫിത്നകളും ഫസാദുകളും എല്ലാം തടുത്തു നിർത്താൻ അള്ളാന്റെ റസൂലിന് അല്ലാഹു തആല കഴിവ് കൊടുത്തു. അതിനുള്ള ഒരു കഴിവുണ്ടായിരുന്നു ഹബീബായ തങ്ങൾക്ക്. وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. നബിയേ, അങ്ങ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ സമുദായത്തെ ഞാൻ വേദനിപ്പിക്കുകയില്ല കേട്ടോ. ആ സമുദായത്തെ ഞാൻ ശിക്ഷിക്കുകയില്ല കേട്ടോ. ആരാണോ പശ്ചാത്തപിക്കുന്നത്, ആരാണോ ഇസ്തിഗ്ഫാർ അധികമായി ചൊല്ലുന്നത്, അവരെയും ഞാൻ ശിക്ഷിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞില്ലേ, ലാ അദ്രി ഇന്നി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ഒരുപക്ഷേ ഇതെന്റെ അവസാനത്തെ ഹജ്ജാണ്, എൻ്റെ അവസാനത്തെ പ്രഭാഷണമാണ്. ഇനി അടുത്ത വർഷം ഞാൻ നിങ്ങളിലേക്ക് വരുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല, ഉറപ്പുമില്ല. അതുകൊണ്ട് ഖുദൂ അന്നീ മനാസികകും, ഈ കർമ്മങ്ങൾ മുഴുവനും എന്നിൽ നിന്ന് നിങ്ങൾ ഏറ്റു പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഓരോ പ്രഭാഷണം നടത്തിയിട്ടും നബിതങ്ങൾ നമ്മളോട് അവസാനമായി പറയുന്ന ഒരു പ്രഭാഷണമാണ്, അഖ്ബലത് ഫിതനുൻ, വലിയ ഫിത്നകൾ നമ്മെ നേരിടാൻ പോവുകയാണ്. മുസ്ലിം ലോകമേ, മുസ്ലിം സഹോദരാ, മുസ്ലിം സഹോദരി, എന്നും പാട്ടിന്റെ പിന്നാലെ, ഗാനമേളയുടെ പിന്നാലെ, റീൽസിന്റെ പിന്നാലെ നമ്മൾ ഒളിച്ചോടുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നമ്മൾ പാടെ മറന്നുപോയില്ലേ? വലിയ വലിയ ഫിത്നകൾ നമ്മളെ തേടി വരുമെന്ന് പറയുമ്പോ NRCയും ഒരു ഫിത്നയാണ്, SIRഉം ഒരു ഫിത്നയാണ്, ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കാൻ പോകുന്നതും ഒരു ഫിത്ന തന്നെ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച മണ്ണ് പരിശുദ്ധമായ മക്കയുടെ മണ്ണല്ലേ? ആ മക്കയുടെ മണ്ണിൽ നിന്ന് ഹബീബായ തങ്ങളെ പുറത്താക്കാൻ വേണ്ടി അവിടുത്തെ പ്രതിയോഗികൾ പരിശ്രമിച്ചപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കഅബയുടെ പൂമുഖത്ത് വന്ന് കെട്ടിപ്പിടിച്ച് ദുആ ചെയ്തില്ലേ? അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ കഅബയെ നോക്കിയിട്ട് ചോദിച്ചില്ലേ, കഅബേ, എൻ്റെ മണ്ണാണിത്, ഞാൻ പിറന്നു വീണ മണ്ണാണിത്, എനിക്ക് നിന്നെ വിട്ടു പോകാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ലോകത്ത് ഇഷ്ടപ്പെടുന്ന മണ്ണ് എൻ്റെ പിറന്ന മണ്ണാണ്, ജന്മനാടാണ്, എൻ്റെ മാതൃഭൂമിയാണ്, അത് ഈ മക്കയാണ്, കഅബയാണെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ നിറകണ്ണുകളോടുകൂടി സ്വന്തം നാട്ടിൽ നിന്ന് ഹബീബായ തങ്ങളെ ആട്ടി ഓടിക്കുകയല്ലേ? ലോക ചരിത്രമാ, ആ ചരിത്രം നമുക്കും വരും കേട്ടോ. ഓരോ പ്രവാചകന്മാർ ജനിച്ച സ്ഥലത്തല്ല കേട്ടോ അവരെ വഫാത്തായത്. ഏത് നാട്ടിൽ നിന്ന് ജനിച്ചുവോ ആ നാട്ടിൽ നിന്ന് അവരെ ആട്ടിയോടിക്കപ്പെട്ടുവെങ്കിൽ ആ ഒരു വലിയ പരീക്ഷണമല്ലേ നമ്മൾ നേരിടാൻ പോകുന്നത്? ആദരവായ റസൂലുള്ളാഹി തങ്ങളും പറഞ്ഞത് അത് തന്നെയാ. അർദ്ധരാത്രി പോലെ വലിയ വലിയ പരീക്ഷണങ്ങൾ ഈ സമുദായത്തിന് തുടരെ ഉണ്ടാകും കേട്ടോ.
ആദ്യം വരുന്നതിനേക്കാൾ കടുപ്പമാണ് രണ്ടാമത് വരുന്നത്, രണ്ടാമത് വരുന്ന ഫിത്നയേക്കാൾ കടുപ്പമാണ് മൂന്നാമത് വരുന്നത്, മൂന്നാമത് വരുന്ന ഫിത്നയേക്കാൾ കടുപ്പമാണ് നാലാമത് വരുന്നത്. അങ്ങനെ ആ ഫിത്നകൾ തുടർന്നു കൊണ്ടിരിക്കുമെന്ന് നബിയുന ഹബീബുന റസൂലുള്ളാഹി. ആ ഫിത്നയുടെ ആ പരിഹാരത്തിന് മറുപടിയായി റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചില്ലേ, ഫമൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ആ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുമൊന്ന് പഠിപ്പിച്ചു തരുവോ, പറഞ്ഞു തരുവോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞത് കിതാബുല്ലാഹ്, അത് അല്ലാഹുവിന്റെ കലാമാണ്, അത് അല്ലാഹുവിന്റെ ഖുർആനാണ്, അത് അല്ലാഹുവിന്റെ സന്ദേശമാ. ഫീഹി നബഉ മാ ഖബ്ലകും വ ഖബറു മാ ബഅദകും, മുൻകാലഘട്ടങ്ങളിൽ നടന്നുപോയ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇനി വരാനുള്ള ഭാവി കാലങ്ങളിൽ നമ്മൾ നേരിടാൻ പോകുന്ന സകലമാന സത്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആരാണോ അത് മുറുകെ പിടിക്കുന്നത്, ആരാണോ ആ വഴികളിലൂടെ സഞ്ചരിക്കുന്നത്, അവൻ പിഴച്ചു പോവൂല, അവൻ പരാജയപ്പെട്ടു പോവൂല, അവൻ തകർന്നു പോവൂല. നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സമയത്ത് പോലും നബി തങ്ങളുടെ ചുണ്ട് ചലിക്കുന്നത് കണ്ടിട്ട് സ്വഹാബത്ത് കാത് ചേർത്ത് വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കിതാബിനെയും അഹ്ലി ബൈത്തുകളെയും നിങ്ങൾ പിൻപറ്റണേ, പിൻപറ്റണേ. അല്ലാഹുവിന്റെ കലാമിനെ പിൻപറ്റണം, അഹ്ലി ബൈത്തുകളെ നിങ്ങൾ ആദരിക്കണം, അവരെ നിങ്ങൾ ബഹുമാനിക്കണം, ആ വഴികളെ നിങ്ങൾ അനുധാവനം ചെയ്യണമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ മുറുകെ പിടിച്ചവർ പിഴച്ചു പോവൂല, വഴിതെറ്റി പോവൂല കേട്ടോ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കടിഞ്ഞാണാണ്, നമ്മുടെ എല്ലാമാണ്. ആ ഖുർആനിനെ വിടരുതേ, അതിനെ നമ്മൾ വെടിയരുതേ. അത് നമ്മുടെ ഹൃദയത്തിന്റെ പങ്കാണ്, ജീവിതത്തിന്റെ സ്പന്ദനമാണ്, ഹൃദയത്തിന്റെ തുടിപ്പാണ്. ഫീഹി ശിഫാഉൽ ലിന്നാസ്, ആർക്കെല്ലാം രോഗമുണ്ടോ, മാറാവ്യാധികളുണ്ടോ, കെടാത്ത പ്രശ്നങ്ങളുണ്ടോ, തീരാത്ത വിഷമങ്ങളുണ്ടോ, ദുഃഖങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം ആ ഖുർആനാണെന്ന് ബയ്യനല്ലാഹു അസ്സ വജൽ. ഫനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഏ ശാന്തിയില്ലാത്ത ആത്മാവേ, സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഈ കാലത്ത് രോഗം കൊണ്ട് വീർപ്പ് മുട്ടയിട്ട് വേദന സഹിക്കവയ്യാതെ അസഹ്യമായ വേദന കൊണ്ട് ആശുപത്രിയുടെ പടിവാതിൽക്കൽ ക്യൂ നിൽക്കുന്ന രോഗികൾക്ക് പരിഹാരമാണ് ഖുർആൻ. ഖുർആൻ അല്ലാഹു തന്നെ പറഞ്ഞില്ലേ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ. നിങ്ങൾക്കതിൽ മരുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്കതിൽ സമാധാനമുണ്ട് കേട്ടോ. ക്യാൻസർ രോഗികളെ ഭയപ്പെടേണ്ട, ട്യൂമർ രോഗികളെ ഭയപ്പെടേണ്ട, കിഡ്നി രോഗികളെ ഭയപ്പെടേണ്ട, ഹാർട്ടിന്റെ രോഗികളെ ഭയപ്പെടേണ്ട. ഖുർആനിലേക്ക് മടങ്ങണേ, നമ്മുടെ മക്കളെ ഖുർആനിലേക്ക് മടക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ മൊഴിയാണ്, നബൂവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ മൊഴിയാണ്. അത് സദഖല്ലാഹ് വസദഖ റസൂലുള്ളാഹ്, അത് സത്യമാണ്, സത്യമാണ്. യാതൊരു സങ്കോചവും കൂടാതെ, യാതൊരു സന്ദേഹവും കൂടാതെ, യാതൊരു സംശയവും കൂടാതെ ആ ഗ്രന്ഥത്തെ നിങ്ങൾ മുറുകെ പിടിക്കണേ, പിടിക്കണേ. സകല പ്രശ്നത്തിനും പരിഹാരം പരിശുദ്ധമായ ഖുർആൻ. എല്ലാം ഫീഹി നബഉ മാ ഖബ്ലകും വഖബറു മാ ബഅദകും. കഴിഞ്ഞ കാലങ്ങളെ കുറിച്ചുണ്ട്, വരാൻ പോകുന്ന കാലങ്ങളെ കുറിച്ചുമുണ്ട്. എന്തെല്ലാം പ്രശ്നം ഉണ്ടാവും അതൊക്കെ അതിലുണ്ട്. ലതുബ്ലഉൻ ഫീ أموالكم وأنفسكم ولتسمعن
من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا فإن تصبروا وتتقوا فإن ذلك من عزم الأمور. ഖുർആനാണ്, പരിശുദ്ധ ഖുർആൻ നമ്മളോട് സംസാരിക്കുകയാണ്. മുട്ടുന്തലയിലെ മക്കളെ, പത്തനാപുരത്തുള്ള മക്കളെ, ലോകത്ത് എവിടെയാണോ മുസ്ലിം ലോകമുള്ളത്, മുസ്ലിം സഹോദരങ്ങളുള്ളത്, സഹോദരിമാരുള്ളത്, അവരെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇതാ വിവരിച്ചു തരികയാണ്. ലതുബ്ലഉൻ, നിർബന്ധമായി നിങ്ങൾ പരീക്ഷിക്കപ്പെടും, തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. മുൻകാലഘട്ടങ്ങളിലെ പ്രവാചകന്മാര് പരീക്ഷിക്കപ്പെട്ടില്ലേ? അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാ വല്ലറാ വസുൽസിലൂ ഹത്താ يقول الرسول والذين آمنوا معه متى نصر الله متى نصر الله ألا إن نصر الله قريب. നമ്മളെ മാത്രമല്ല അള്ളാഹു കിടുകിടാ വിറപ്പിച്ചത്. NRCയുടെ പേരിൽ നമ്മളെ ഭയപ്പെടുത്താൻ നോക്കണ്ട, SIRന്റെ പേരിൽ ഭയപ്പെടുത്താൻ നോക്കണ്ട. സ്വന്തം വീട് വിട്ടും സ്വന്തം നാട് വിട്ടും നമ്മൾ പറന്നു പോവുക, പുറപ്പെട്ടു പോവുക എന്നത് നമുക്കൊരു പുത്തരിയല്ല, പുതിയ വിഷയമേ അല്ല. നമുക്കൊക്കെ നേതൃത്വം നൽകിയ നമ്മുടെ ഗുരുഭൂതരായ, ലോകത്തിന്റെ കെടാവിളക്കായ, ചക്രവർത്തിയായ, വിപ്ലവത്തിന്റെ നായകനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, സ്വഹാബത്തിനെ അടക്കം കിടുകിടാ വിറപ്പിച്ചില്ലേ? വസുൽസിലൂ ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. പ്രവാചകൻ പോലും ചോദിച്ചു പോയി, അള്ളാന്റെ സഹായം എപ്പോഴാണ്? ഫലസ്തീനിന്റെ മക്കളെ കൊന്നൊടുക്കിയപ്പോ, അവരെ തുരുതുരാ വെടിവെച്ച് വീഴ്ത്തിയപ്പോ, 10,000-കണക്കിന് കുഞ്ഞുമക്കളെ ഷഹീദാക്കപ്പെട്ടപ്പോ, അല്ലാഹു ഇല്ലേ? അള്ളാന്റെ സഹായം എവിടെ? എത്ര മിമ്പറുകളാണ്, എത്ര മെഹ്റാബുകളാണ് ഗർജിക്കുന്നത്. ആ മക്കൾക്ക് വേണ്ടി തുരുതുരെ ദുആ ചെയ്യുമ്പോ അല്ലാഹുവില്ലേ എന്ന് ചോദിച്ചവരുണ്ടെങ്കിൽ പ്രവാചകന്മാര് പോലും അല്ലാഹുവിനോട് ചോദിച്ചതാ, മതാ നസ്റുല്ലാഹ് മതാ നസ്റുല്ലാഹ്. അല്ലാഹുവേ, നിന്റെ സഹായം എപ്പോഴാണ് പടച്ചവനെ? ഞങ്ങളെ ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങളുടെ മസ്ജിദുകൾ തകർത്തെറിയാൻ ശ്രമിക്കുന്നു. പരിശുദ്ധമായ ബാബരി മസ്ജിദ് തകർത്തതിന്റെ ഈ ദിവസത്തിൽ നമുക്ക് മറക്കാൻ കഴിയുമോ? നമുക്ക് മറക്കാൻ ഒരിക്കലും കഴിയില്ല. അവിടെ ഇനി അമ്പലം വന്നാലും, ബുദ്ധവിഹാരം വന്നാലും, ഗുരുദ്വാര വന്നാലും, ഹുവ മസ്ജിദുൻ അബദാ, അത് മൗഖൂഫാണ്, അത് മസ്ജിദ് തന്നെയാണ്. ആ മണ്ണ് മസ്ജിദാണ്, അതിൽ മാറ്റം വരുത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല കേട്ടോ. ആ മണ്ണിനെ നമുക്ക് മറക്കാൻ പറ്റൂല, ആ ദിനത്തെ നമുക്ക് മറക്കാൻ പറ്റൂല. അങ്ങനെ പള്ളികൾ തകർത്തുകൊണ്ടും വീടുകൾ തകർത്തുകൊണ്ടും നമ്മെ പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലം വരുമത്രേ. അപ്പോൾ നമ്മൾ ചോദിക്കും, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാന്റെ സഹായം? എപ്പോഴാണ് അള്ളാന്റെ സഹായം? കരുതിയിരിക്കണേ, കാത്തിരിക്കണേ. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്.
ഖരീബ്, ബഈദ് എന്നല്ല പറഞ്ഞില്ല. സംശയിക്കണ്ട, വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട, പ്രയാസപ്പെടേണ്ട. അള്ളാന്റെ സഹായം അടുത്ത് തന്നെയുണ്ട്, അടുത്ത് തന്നെയുണ്ട്, അടുത്ത് തന്നെയുണ്ട്. നിങ്ങൾ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. അതുകൊണ്ട് മുസ്ലിം ലോകമേ, നിങ്ങളെ പീഡിപ്പിക്കപ്പെടും, നിങ്ങളെ പരീക്ഷിക്കപ്പെടും. വലതുബലഉന്ന ഫീ അംവാലികും വഅൻഫുസികും. നമ്മുടെ സമ്പത്തുകൾ അവർ പിടിച്ചെടുക്കും, നമ്മുടെ പള്ളിയുടെ വഖഫ് സ്വത്തുകൾ പിടിച്ചെടുക്കും. നമ്മുടെ ഓരോരുത്തരുടെ സമ്പത്തിലേക്ക് അവരുടെ കണ്ണും നട്ടും നോക്കിയിരുന്നിട്ട് അത് കണക്കിൽ കൂടുതലായി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് മുഴുവനും പിടിച്ചെടുക്കുന്ന ഒരു കാലം വരും അത്രേ. വഫീ അൻഫുസികും, ശാരീരികമായും നിങ്ങളെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലം വരും അത്രേ. വോട്ട് നിഷേധിക്കപ്പെടും, നമുക്ക് സ്കൂളുകളില്ലാതെയാകും, പഠിപ്പില്ലാതെയാകും, ജോലിയില്ലാതെയാകും. അങ്ങനെ ഒരു പൗരൻ കേവലം റബ്ബർ സ്റ്റാമ്പായി മാറും. വഫീ അൻഫുസികും, ശാരീരികമായും നിങ്ങളെ തളർത്തി കളയും കേട്ടോ. വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ. അങ്ങനെ ബഹുദൈവ ആരാധകരിൽ നിന്ന് ധാരാളം പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും കേട്ടോ. അതേപോലെ ക്രിസ്ത്യാനികളിൽ നിന്നും നസ്രാണികളിൽ നിന്നും നിങ്ങൾക്ക് പലതും കേൾക്കേണ്ടി വരും. തലയിൽ തട്ടമിട്ട് സ്കൂളുകളിൽ പോകുന്ന നസ്രാണി പെണ്ണുങ്ങൾ അത് കാണുമ്പോ, ആ മുസ്ലിം പെൺകുട്ടികളുടെ തട്ടം കാണുമ്പോ അവർക്ക് പ്രഷർ കൂടുകയാ. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും. ആ ക്രൈസ്തവരിൽ നിന്ന് നിങ്ങൾക്ക് വല്ലാത്ത അരോചകമായ വാക്കുകൾ കേൾക്കേണ്ടി വരും കേട്ടോ. അല്ലാഹു നമുക്ക് പഠിപ്പിച്ച് തന്നതാ, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. വഖബറു മാ ബഅദകും, നമുക്ക് ശേഷം വരാനുള്ള പരീക്ഷണങ്ങളെ അല്ലാഹു നമുക്ക് വിശദീകരിച്ച് തരികയാണ്. പക്ഷേ നമ്മൾ പഠിക്കുന്നില്ല, അത് കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് വരാൻ പോകുന്ന ഫിത്നകളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? അതുകൊണ്ട് സിസ്റ്റർ പറയും, തലയിൽ തുണിയിടാൻ പാടില്ല, ബുർക്ക ധരിക്കാൻ പാടില്ല, നിഖാബ് ധരിക്കാൻ പാടില്ല. പക്ഷേ അവർക്ക് ബുർക്ക ധരിക്കാം, അവർക്ക് തലയിൽ തട്ടമിടാം, അവർക്ക് കുരിശു വരയ്ക്കാം. മുസ്ലിം സമുദായത്തിലെ ഒരു പെണ്ണ് തന്റെ ഔറത്ത് മറച്ചു പോകുന്നത് അവർ ഇഷ്ടപ്പെടൂല. അവരങ്ങനെ പറയണം, പറഞ്ഞെങ്കിൽ മാത്രമേ ഖുർആൻ യാഥാർത്ഥ്യമാകൂ. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും. ആ ക്രൈസ്തവരുടെ നാവിൽ നിന്ന് ഇതുപോലുള്ള വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. ആ സമയം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? അതിനുള്ള പരിഹാരം അല്ലാഹു പറയുന്നു, ഫൈൻ തസ്ബിറൂ, ക്ഷമിക്കണേ, സഹിക്കണേ. ആ ക്ഷമയോടും സഹനതയോടും വതത്തഖൂ, അല്ലാഹുവിലേക്ക് അഭയം പ്രാപിക്കണേ. ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, എങ്കിൽ ദൃഢനിശ്ചയത്തോടുകൂടി നിങ്ങൾക്ക് വിജയം കൈവരിക്കാം. പരിശുദ്ധ ഖുർആൻ. എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും, നമ്മളെ നേരിടും, നമ്മളതെല്ലാം നേരിടേണ്ടി വരും. ഇതിനൊക്കെ നമ്മൾ പിടിച്ചു നിർത്തണം, പരിഹരിക്കണം. ഇതൊക്കെ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി തങ്ങളെ, നബിതങ്ങളെ, പ്രവാചകന്മാരെ 1,24,000 അംബിയാ മുർസലീങ്ങളൊക്കെ ഈ ലോകത്ത് സമ്മാനിച്ചിട്ട് എന്തിനിപ്പോ അള്ളാഹ്ക്ക് ഒരു ബദർ വെക്കണം? ഒരു ബദറിന്റെ യുദ്ധത്തിന് ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് ഒരു ഉഹദ് യുദ്ധത്തിന്റെ ആവശ്യമുണ്ടോ? ഖദ്ദക്കിന്റെ ആവശ്യമുണ്ടോ? ഖൈബറിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്തിനാണ് ബദർ വെച്ചത്? ഈ പരീക്ഷണങ്ങളെയൊക്കെ നമ്മൾ തരണം ചെയ്ത് അള്ളാഹുലേക്ക് എത്തണം. നമ്മുടെ നാടിതല്ല, നമ്മളിവിടെയല്ല. നമ്മൾ പോകേണ്ട നല്ലൊരു സ്ഥലമുണ്ട്, മഹാന്മാരൊക്കെ പോയ സ്ഥലം, അമ്പിയാക്കൾ പോയ സ്ഥലം, ഔലിയാക്കൾ പോയ സ്ഥലം, സ്വാലിഹീങ്ങൾ പോയ സ്ഥലം. നമ്മൾ സൂറത്ത് ഫാത്തിഹ ഓതുമ്പോൾ അൻഅംത അലൈഹിം സിറാഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ദിനം പ്രതി 17 പ്രാവശ്യം നമ്മൾ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗം, നേരായ വഴി, പാത്വേ. ഏതാത്? ആ വഴി ഏതാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം
അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗം ഏതാണ്? ആ മാർഗം മിനൻ നബീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. ഫാത്തിഹ ഓതി നമ്മൾ എല്ലാവരും നിസ്കരിക്കുന്നു, ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നു. ആ ഫാത്തിഹയിൽ നമ്മൾ പറയുന്നത് എന്താണ്? നേരായ വഴി. ഏതാ നേരായ വഴി? ആർക്ക് നീ കൊടുത്ത മാർഗം? നാം ദിനംപ്രതി നമസ്കരിച്ച് അല്ലാഹുവിനോട് ചോദിക്കുന്ന വഴി പ്രവാചകന്മാരുടെ വഴിയാണ്, ശുഹദാക്കളുടെ വഴിയാ, സിദ്ദീഖീങ്ങളുടെ വഴിയാണ്, ഈ കിടക്കുന്ന സാലിഹീങ്ങളുടെ വഴിയാണ്. സാലിഹീങ്ങളുടെ വഴി അവിടെ എത്താനാണ് നമുക്ക് ഈ പരീക്ഷണം. ഈ പോയവരെല്ലാം പരീക്ഷണത്തിന് വിധേയരായിട്ടാണ് പോയത്. ഒരു പ്രവാചകൻ പോലും ഈ ദുനിയാവിൽ നിന്ന് വേദനിക്കാതെ പോയിട്ടില്ല. അവരങ്ങനെയാണെങ്കിൽ അവർ നമ്മുടെ കാര്യം പറയണം. പക്ഷെ നമ്മൾ പിടിച്ചു നിൽക്കണം, പതറരുത്. അള്ളാന്റെ സുന്നത്താണ് നമ്മളെ പരീക്ഷിച്ച് ദീനിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത്. അതിൽ മാറിപ്പോകരുതേ, അധികാരത്തിന്റെ പേരിൽ പേടിച്ചു പോകരുതേ, പരിശുദ്ധ ശരീഅത്തിനെ തള്ളിപ്പറയരുതേ. എങ്കിൽ നിങ്ങൾക്ക് വിജയം വരിക്കാം. പ്രവാചകന്മാരോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം നമുക്കും നാളെ സ്വർഗത്തിൽ ഒരിരിപ്പിടം പ്രതീക്ഷിക്കാം. അതിനാണ് അല്ലാഹ് നമ്മളെ പരീക്ഷിക്കുന്നത്. വിടരുത്. വെട്ടി മുറിച്ചാലും അല്ലാഹുവിനെ വിട്ടുള്ള കളി എനിക്കില്ല, ഈ ദീൻ വിട്ടുള്ള പരിപാടിയില്ല. നീ എന്നെ കൊന്നു, ആട്ടിപ്പായിച്ചോ, റസൂൽ തങ്ങൾ ഹിജ്റ പോയി, ഞങ്ങളും പോകും, അതൊരു പ്രശ്നമല്ല, നമുക്കതൊരു വിഷയമല്ല. ഞങ്ങളെല്ലാം മുഹാജിരീങ്ങളാണ്, യാത്ര ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പരിശുദ്ധമായ മക്കയിൽ നിന്ന് ജനിച്ചു മദീനയിലാണ് അടങ്ങിയത്. ആദ്യം വഹി വന്ന സമയത്ത് വറഖത്ത് ബിൻ നൗഫലിന്റെ അരികിലേക്ക് കൊണ്ടുവന്നപ്പോ അള്ളാന്റെ റസൂലിനോട് അദ്ദേഹം പറഞ്ഞതെന്താ? നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കും കേട്ടോ. നമ്മുടെ തിരുദൂതര്, നമ്മുടെ നേതാവ്, നമ്മുടെ ജേതാവ്, ജീവിതത്തിന്റെ തുടിപ്പ്, സത്യാസത്യ വിവേചകൻ, സമത്വ സാഹോദര്യത്തിന്റെ സന്ദേശവാഹകൻ, അസാൻ മാർഗികളുടെ അന്തകൻ, താരാഗതമ്പങ്ങളുടെ ഇടയിലെ പൗർണമിയായ മുത്തു മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുജ്തബ സയ്യിദുൽ വറ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടാണ് ആ പാതിരിയായ പണ്ഡിതൻ പറയുന്നത്, മുഹമ്മദ് നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കും കേട്ടോ. റസൂലുള്ളാഹി തങ്ങളെ പുറത്താക്കി. റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ വിഷമത്തോട് ചോദിച്ചു, എന്റെ നാട്ടിൽ നിന്ന് എന്നെ നമ്മളൊക്കെ ധരിക്കുന്ന ഞാൻ മുട്ടുന്തല ജനിച്ചവനാണ്, എന്നെ ഇവിടുന്ന് ഓടിക്കൂല. 1,00,000 പേർക്ക് വോട്ടില്ലാതായില്ലേ? തമിഴ്നാട്ടിൽ 8.5 ലക്ഷം പേർക്ക് വോട്ടില്ലാതായില്ലേ? നമ്മൾ ചിന്തിക്കുമപ്പോ നമ്മളെ ഇവിടുന്ന് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നാ, സ്വന്തം മണ്ണിൽ നിന്നാ. റസൂലുള്ളാഹി ചോദിച്ചത് അങ്ങനെ തന്നെയാണ്, സ്വന്തം നാട്ടിൽ നാട്ടിപ്പായിക്കോ എന്നാ ചോദിച്ചത്. അവ മുഖ്രിജിയഹും, എന്നെ ഇവിടുന്നോ? അതേ, അതല്ലാന്റെ പരീക്ഷണമാണ്, അവന്റെ സുന്നത്താ. എന്നിട്ട് നമ്മളെ പരീക്ഷിച്ചുകൊണ്ട് അല്ലാഹു പൂർവാധികം ശക്തിയോടുകൂടി അല്ലാഹു നമ്മളെ മടക്കി കൊണ്ടുവരും. എന്നിട്ട് മക്കാരുടെ കൊടുത്തു, മക്കയെ നാട്ടിപ്പായിച്ചു വിട്ടു. റസൂലുള്ളാഹി തങ്ങളെ ഓടിച്ചു വിട്ടു. അവസാനം ആരുടെ കയ്യിൽ മക്ക വന്നു? ശരിയല്ലേ? ആരുടെ കയ്യിൽ മക്ക വന്നു? മദീന ആരുടെ കയ്യിലായി? അട്ടിപ്പായിച്ചതാ. നിങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ലെന്ന് പറഞ്ഞാണ്. പൂർവശക്തിയോടുകൂടി നമ്മൾ മടങ്ങി വരും. അതിന്റെ തെളിവാണ് ഇതെല്ലാം, അതിന്റെ തെളിവാണ്. അല്ല, നമ്മൾ പേടിച്ചു പോകരുത്. നമ്മൾ ഇനി എന്താക്കോപ്പ, ഇനി എന്താക്കും. ഓരോരുത്തർ ഓരോ വീട് കാണിച്ചിട്ട് ഇത് നിനക്ക് തരാം ഈ വീട് കേട്ടോ, ഇത് നിനക്ക് തരാം ഈ വീട്, ഇത് നിനക്ക് തരാം ഈ വീട്, ഇതെല്ലാം പറഞ്ഞ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സംഭവം. ചരിത്രം മൊത്തം നമുക്കാണ് അനുകൂലമായിട്ട് വരുന്നത്, ചരിത്രം മൊത്തം നമുക്ക് അനുകൂലമായിട്ട് വരികയാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? മുറുകെ പിടിക്കുക, അല്ലാഹ് മുറുകെ പിടിക്കുക, അല്ലാഹ് മുറുകെ പിടിക്കുക, അല്ലാഹ് മുറുകെ പിടിക്കുക. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുറുകെ പിടിച്ച പോലെ, അല്ലാഹു ഹാളിരി അല്ലാഹു നാളിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ ഇന്നല്ലാഹ മഅനാ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പതറിയോ? തോറ്റോ?
ഹാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖുദ്ദിസ സിർറുഹു 1,00,000 പേരെ കൊണ്ടുവന്നില്ലേ? 1,00,000 പേരെ. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ട പ്രതാപം അല്ലാഹ് തിരിച്ചു തരും. മുൻഗാമികളുടെ ചരിത്രം അതാണ്. എവിടെ പരിശോധിച്ചു നോക്കിയാലും ചരിത്രം അതാണ്. മഹാന്മാരുടെ ചരിത്രം മൊത്തം അങ്ങനെ തന്നെയാണ്. പേടിക്കരുത്. നമ്മൾ ന്യൂനപക്ഷമായിരിക്കും, മാഫി മുഷ്കിൽ, ന്യൂനപക്ഷ ആയതുകൊണ്ടൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അള്ളാഹു താല ബദരീങ്ങളെ, ന്യൂനപക്ഷത്തായ ബദരീങ്ങളെയാണ് അള്ളാഹു താല രക്ഷപ്പെടുത്തിയത്. ആ ബദർ അന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ മുട്ടും തലയിൽ ഈ വഅലുണ്ടാവൂല, ഇന്ന് ഈ വലി ഉണ്ടാവൂല, ഇന്നിവിടെ ഒരു ഉറൂസ് ഉണ്ടാവൂല. എന്നാ മുട്ടും തലയിൽ ഉറൂസ് ഉണ്ടാകാൻ കാരണം, ഇന്ന് നമ്മൾ സുജൂദ് ചെയ്യാൻ കാരണം, ഇന്ന് നമ്മൾ മുസ്ലിമായി അഭിമാനിക്കാൻ കാരണം അന്ന് ആ ന്യൂനപക്ഷത്തിന്റെ വിജയമാണ്, ആ 313ന്റെ വിജയമാണ്. നമ്മൾ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പേടിപ്പിക്കേണ്ട, പേടിച്ച് ഓടാതിരുന്നാൽ മതി. മുറുകെ പിടിക്ക്, ഖുർആൻ എടുക്ക് കയ്യില്, ഖുർആൻ എടുക്ക് കയ്യില്, പതറരുത്. നമ്മൾ പരാജയപ്പെടൂല, വല്ലാഹി പെടൂല. എന്നാ പിന്നെ നമ്മുടെ ഔലിയാക്കളൊക്കെ അവരൊക്കെ പരാജയപ്പെടണമായിരുന്നല്ലോ. ചരിത്രം പരിശോധിച്ച് നോക്കി. ഹാജ മുഈനുദ്ദീൻ ചിശ്തി 1,00,000 പേരെ മുസ്ലിമാക്കി. ഹിന്ദുക്കളാണ് അവർക്ക് സ്ഥലം കൊടുത്തത്, പള്ളി കൊടുത്തത്. മുൻകാല ചരിത്രങ്ങൾ കേരളത്തിലും പള്ളികൾ കൊടുത്തത്, സ്ഥലം കൊടുത്തത് ഹിന്ദുക്കൾ. ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കി, ഹിന്ദുക്കളാണ് കൊടുത്തത്. അപ്പൊ ഇതേപോലെ പാശ്ചാത്യ നാടുകളിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾ ജുമുഅ മസ്ജിദായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ജുമുഅ മസ്ജിദുകളായിക്കൊണ്ടിരിക്കുന്നു ക്രിസ്ത്യൻ പള്ളികള്. പാശ്ചാത്യ രാജ്യങ്ങളില്, യൂറോപ്യൻ രാജ്യങ്ങളില്. അപ്പൊ ഇനിയും നമ്മൾ ഇവിടെ ഇൻഷാ അല്ലാഹ് ധാരാളം പള്ളികൾ വരും. അത് അവരെ കൊണ്ട് തന്നെ അല്ലാഹു തആല കൊണ്ടുവരിക്കും. പക്ഷെ നമ്മൾ ഈ ദീനിൽ ഉറച്ചു നിൽക്കണം. നമ്മൾ മംഗലത്തിനും കല്യാണത്തിനും ഗാനമേളയും ഡാൻസും ഒപ്പാരയൊക്കെ ഇട്ടിട്ട് അള്ളാന്റെ അടുക്ക ദുആ ചെയ്തിട്ട് പഠിച്ചവനെ ഞങ്ങളെ സഹായിക്കണേ അല്ല, NRC ഞങ്ങളെ രക്ഷിക്കണേ അല്ല, SIR ഞങ്ങൾക്ക് റാഹത്താക്കി തരണേ അല്ല, അനുകൂലാക്കി തരണേ അല്ല, കല്ലി അല്ല പറയും മാഫി ഫായിദ, നിന്റെ ദുആ എനിക്ക് വേണ്ട യാ അല്ലാ. എർമി ബറ, എർമി യാ അല്ലാ, എർമി ഗുമാമ, ആ ദുആലെ എടുത്ത് അല്ല വലിച്ചെറിയും. കല്യാണം നിക്കാഹ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താ? നിക്കാഹ് അന്നിക്കാഹു മിൻ സുന്നതി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാലത്തിൽ ഫിത്നകൾ ഉണ്ടാകുമെന്ന് നമ്മളോട് പറഞ്ഞ അതേ പരിശുദ്ധ പ്രവാചകന്റെ നാവ് കൊണ്ട് പറയുകയാണ്, നിക്കാഹ് വിവാഹം എന്ന് പറയുന്നത് എൻ്റെ സുന്നത്താ. ലോകത്തിന്റെ നേതാവ് ജേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ, നിക്കാഹ് എൻ്റെ സുന്നത്താണെന്ന് റസൂൽ തങ്ങൾ പറഞ്ഞു. റസൂലുള്ളാന്റെ സുന്നത്താണ് നിക്കാഹ്. വിജയുടെ അല്ല, അമിതാഭ് ബച്ചന്റെ അല്ല, രജനികാന്തിന്റെ അല്ല, മമ്മൂട്ടിയുടെ അല്ല, മോഹൻലാലിന്റെ അല്ല, പൃഥ്വിരാജിന്റെ അല്ല, ഹനാൻ ഷായുടെ അല്ല, വേടന്റെ അല്ല. നിക്കാഹ് ആരുടെ? അന്നിക്കാഹു മിൻ സുന്നതി കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് ഉറക്കം വരുന്ന 3 സ്വലാത്ത് ഉറക്ക ചൊല്ല, എല്ലാവരും ഉറക്ക ചൊല്ലു. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ഗാനമേളയൊക്കെ ആകുമ്പോൾ ഉറക്കം വരില്ല, ദീൻ കേൾക്കുമ്പോൾ ഉറക്കം വരും. കാരണം ശൈത്താൻ വന്നിരിക്കും. ഗാനമേളയുടെ സദസ്സിൽ ശൈത്താൻ ഉണ്ടാവൂല, കാരണം എല്ലാം ശൈത്താന്മാരായതുകൊണ്ട് അവിടെ ഉറക്കം വരേണ്ട ആവശ്യമില്ലല്ലോ. ഇതിവിടെ ശൈത്താനില്ല, ഇവിടെ ഔലിയാക്കളായിരിക്കുന്നത്. അപ്പോൾ ഇവരെ പിഴപ്പിക്കാനുള്ള പണിയാണ് ശൈത്താൻ എടുക്കുന്നത്. പിഴച്ചുപോയ ഒരുത്തൻ്റെ പിന്നാലെ ശൈത്താൻ പോവില്ല. ഹറാമായിട്ട് സമ്പാദിച്ച് നിസ്കരിക്കാൻ പോകുന്ന ഒരുത്തനെ ശൈത്താൻ ഇടങ്ങേറാക്കൂല. ഇബ്ലീസ് എന്ന് പറയുന്ന നേതാവ് ശൈത്താന്മാർക്ക് മെസ്സേജ് അയക്കും. ആ പള്ളിയുടെ മൂലയിൽ ഒരു ചങ്ങാതി നിസ്കരിക്കുന്നത് നീ കണ്ടന, നല്ല ചെറുപ്പക്കാരൻ, നല്ലൊരു ചങ്ങാതി, ഭയങ്കര തഖ്വയോടുകൂടി നിസ്കരിക്കുന്നു. പോയി നോക്ക്, അവൻ എവിടെ നിന്നാണ് അവൻ ഭക്ഷിച്ചത്, അവൻ്റെ ഫുഡ് അടിച്ചത് എവിടെ നിന്നാണ് നോക്കുക പറയും. പോയി നോക്കുമ്പോൾ അവൻ ഹറാമായിട്ട് ഫുഡ് അടിച്ചിട്ട് വന്ന് നിസ്കരിക്കുകയാണ്. അപ്പം ഇബ്ലീസ് പറയും, അവനെ വിട്, അവനെ നീ പണിയെടുക്കണ്ട, നേരെ മൊയ്ലിയാരിലേക്ക് പോ, മുക്രിച്ച മൊയ്ലിയാർ എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് നോക്ക്. അപ്പോൾ ഹറാമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എത്ര തഖ്വയോട് നിസ്കരിച്ചാലും മാഫി ഫായിദാന്ന് ശൈത്താൻ പോലും അറിയാം.
ഹലാലായിട്ട് ഭക്ഷണം കഴിച്ചെങ്കിലേ നമ്മുടെ നിസ്കാരം ശരിയാവുള്ളൂ. അത് പഴപ്പിക്കാൻ ഇവൻ വരും, ഈ ചെയ്ത്താൻ വരും. ആ ചെയ്ത്താൻ വന്നിട്ട് മുസ്ലിയാരെ ഇടങ്ങറും. 3 റക്കാത്താണോ ഇത് 4 റക്കാത്താണോ ഒരു സംശയം. ആകെ ടെൻഷനായി. 3ഓ 4ഓ ഈ ചെയ്ത്താൻ്റെ പരിപാടിയാണ്. നമ്മളെ ഇടങ്ങറാക്കല്ല അവൻ്റെ പരിപാടി. 3ഓ 4ഓ ടെൻഷനാക്കി. എങ്ങനെയെങ്കിലും നല്ല വഴിയിൽ നിൽക്കുന്നവരെ പിഴപ്പിക്കാനാണ് ശൈത്താന്റെ പണി. മോശമായ വഴിയിൽ നടക്കുന്നവനെ പിഴപ്പിക്കൽ ശൈത്താന്റെ പണിയില്ല. ഇൽമു പഠിക്കുന്ന മദ്രസയിൽ കുട്ടികൾക്ക് എപ്പോഴും രോഗമായിരിക്കും. ലോ കോളേജുകളിലും ആർട്സ് കോളേജുകളിലും BEd കോളേജുകളിലും ഒരു പെണ്ണിനും അസുഖമില്ല, ഒരാണിനും അസുഖമില്ല. നിങ്ങൾ അവിടുത്തെ സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ടോ? മണിക്കൂറുകളോളം വർഷങ്ങളോളം അവിടുത്തെ MBBSന് പഠിക്കുന്നവർ, PGക്ക് പഠിക്കുന്നവർ അവിടെയൊക്കെ ഹോസ്റ്റലിൽ കഴിയുന്ന ആരെങ്കിലും അസുഖമായിട്ട് പുറയ്ക്ക് വന്ന ചരിത്രമുണ്ടോ? 1-2 പേര് ചിലപ്പോൾ. പക്ഷെ നിങ്ങൾ ഇൽമു പഠിക്കാൻ കൊണ്ട് വിട്ടോക്ക്, പിറ്റേ ദിവസം പോലെ അവൻ അസുഖ രോഗമാണ്. ശൈത്താന്റെ പണി അതാണ്. ഇവൻ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടിച്ചു വിടണം. ഇനി ഒരു അസുഖവും ഇല്ലെങ്കിൽ അവൻ ഒന്നെങ്കിൽ അവൻ പറയും ഉപ്പായ വിളിച്ചിട്ട്, ഉസ്താദ് എന്നെ അടിച്ചിന്, ഭയങ്കരമായിട്ട് അടിച്ചിന്, ഇവിടെ എല്ലാം ഭയങ്കര വേദന, ഉപ്പ എന്നെ കൊണ്ട് പറ്റുന്നില്ല, വെറുതെ. എങ്ങനെയെങ്കിലും അവൻ അവിടെ നിന്ന് ഓടിച്ചു വിടണം. ഖുർആൻ പഠിക്കാൻ സമ്മതിക്കൂല. ശൈത്താന്റെ പണി അതാണ്. ശൈത്താന്റെ പണി അതാണ്. എന്നാൽ ഈ ഗാനമേളയുടെ സദസ്സിൽ ശൈത്താൻ വന്ന് മോളിൽ ചവിട്ടും. ഹദീസാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ശൈത്താൻ ചവിട്ടുന്ന. ഇവിടെ ഒരാൾ പാട്ട് പാടുമ്പോൾ ആ ഗാനമേള മ്യൂസിക്കിൽ പിശാച് വന്ന് ചവിട്ടും. എപ്പോഴാണ് പാട്ട് നിൽക്കുന്നത് അവന്റെ ചവിട്ട് അവിടെ നിർത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ചവിട്ടിന്റെ ശക്തിയിലാണ് എല്ലാവരും ഭയങ്കരമായിട്ട് കൈയടിക്കുന്നത്. നമ്മുടെ പെണ്ണുങ്ങൾ അതിൽ പെട്ടിട്ടുണ്ട്, ആണുങ്ങളും പെട്ടിട്ടുണ്ട്. ശൈത്താന്റെ ഇബ്ലീസിന്റെ ചവിട്ട് ആരെല്ലാം കൊണ്ടിട്ടുണ്ടോ ആഖിറത്തിൽ അത് സ്കാൻ ചെയ്യപ്പെടും. അതുകൊണ്ട് ചിന്തിച്ചോ, നമുക്കിത് വേണോ വേണ്ടെന്ന് ചോദിച്ചോ. വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുളില്ല സബീലില്ലാഹ് ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب أليم. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, പരിശുദ്ധമായ സൂറത്തുൽ ലുഖ്മാൻ എടുത്തു നോക്കണേ പൊന്നു പെങ്ങളെ. നിങ്ങൾക്ക് പാട്ടും ഗാനമേളയുമാണ് ഇഷ്ടമെങ്കിൽ ഈ ഖുർആൻ ഒന്ന് നിങ്ങൾ കേൾക്കണേ. സൂറത്തുൽ ലുഖ്മാനിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹ് പറയുന്നുണ്ട്, ജനങ്ങളിൽ ചില ആളുകളുണ്ട് കേട്ടോ, അവർ വാദ്യോപകരണങ്ങൾ പണം കൊടുത്തു വാങ്ങുകയാണ്. ലഹുവൽ ഹദീസ്, കേവലം ഒരു രസത്തിന് വേണ്ടി, നേരം പോക്കിന് വേണ്ടി, ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. 1-2 പാട്ട് പാടാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്യുന്നവരുണ്ട്. ബിഗൈരി ഇൽമ, അവർക്ക് വിവരമില്ല. വയത്തഖിദഹാ ഹുസ്വാ, ആ 2 മണിക്കൂർ 2.5 മണിക്കൂർ അവർ വിനോദത്തിലാണ്, രസത്തിലാണ്, ആനന്ദത്തിലാണ്. ആ ആനന്ദത്തിലും ആഹ്ലാദത്തിലും അവർ ആമഗ്നരാകുമ്പോ ഓർത്തുകൊള്ളണേ പൊന്നു പെങ്ങളെ. അല്ലാഹു പറയുന്നു, ഉലൈക ലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ നിങ്ങൾക്ക് വേണ്ടി ആഖിറത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനെന്താ മറുപടി പറയാ? ഒരു കല്യാണം എന്ന് പറയുന്നത്, നിക്കാഹ് എന്ന് പറയുന്നത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്താണ്. ആ സുന്നത്ത് തകർക്കലാണ് അവിടുത്തെ ഗാനമേള. ആ സുന്നത്ത്, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിയിലും ആള് കൂടി നിൽക്കുന്നത്, ഞാൻ ആരെങ്കിലും മരിച്ചു കാണുന്നു അല്ല, മംഗല വീട്ടിൽ ഗാനമേള. തൊപ്പിയിട്ട് നിൽക്കുന്നു, പർദ്ദയിട്ട് നിൽക്കുന്നു, കൂട്ടത്തിൽ പെണ്ണുങ്ങളും അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കയ്യടിക്കൽ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ, അതായത് ശാപം ഇറക്കപ്പെട്ട സമുദായം, ലൂത്ത് നബിയുടെ അനുയായികൾ, ശാപവും കോപവും അള്ളാന്റെ ശിക്ഷയും ഇറക്കപ്പെട്ടവർ, അവരുടെ 10 സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ദുസ്വഭാവം, 10 ദുസ്വഭാവം. ആ ഒരു ദുസ്വഭാവത്തിൽ പെട്ടതാണ് ഈ കയ്യടി. ആ ഒരു ദുസ്വഭാവത്തിൽ പെട്ടതാണ് കയ്യടി. സമയായോ? തീരാ സമയായോ? ഇനി പേപ്പർ കാണുമ്പോൾ ഞാൻ വാത് തീരാ സമയാന്ന് കരുതും. ബക്കറ്റ് എടുത്തോ? അതിപ്പോ ചോദിക്കണ്ടല്ലോ അല്ലേ? അതൊക്കെ നടക്കട്ടെ. അതിൽപ്പെട്ടാണ് ഈ കയ്യടി. അപ്പൊ നമ്മളിങ്ങനെ ഈ കയ്യടിക്കുമ്പോൾ അവനിഷ്ടമാണ്, ശൈത്താന് ഭയങ്കര ഇഷ്ടമാണ്.
ഷജ്ജ എനിക്ക് ഇഷ്ടമാണ്. ഖുർആൻ പറഞ്ഞ വാക്ക, ഞാൻ ഖുർആനുമായിട്ട് സംസാരിക്കുള്ളൂ, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ അത് കേവലം ഒരു രസമായിട്ടാണ് ഇവർ കാണുന്നത്. ഇതിനു വേണ്ടിയാണ്. ഇപ്പൊ 10 ലക്ഷം രൂപ കൊടുത്ത ഒരാൾ ഗാനമേള സംഘടിപ്പിച്ചു, അതുകൊണ്ട് എന്താ ഗുണമുണ്ടോ? അല്ല ഗുണമുണ്ടോ? അല്ല എന്തെങ്കിലും ഗുണമുണ്ടേ പറ. നമ്മളിപ്പോ ഉറൂസ് സംഘടിപ്പിച്ചു, എന്താ ഗുണം? മദ്രസയ്ക്ക് പൈസ കിട്ടും, 10 മുത്താലിമ്യങ്ങളെ പഠിപ്പിക്കാം, പള്ളി കെട്ടാം, പള്ളിക്ക് എന്തെങ്കിലും പരിപാടി ചെയ്യാം, ഭക്ഷണം കൊടുക്കാം, രോഗികളെ ചികിത്സിക്കാം, ഈ ഉമ്മത്തിന് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാം. ജനസേവനം എന്ന് പറയുന്നത് അതാണല്ലോ ഇസ്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം. ഇസ്ലാം വലിയ രാഷ്ട്രീയമാണ്. വോട്ടിലാണല്ലോ എല്ലാവരും വോട്ടിലാണ്. അറബിയിൽ രാഷ്ട്രീയത്തിന്റെ പേര് സിയാസത്ത് എന്നാണ്. സിയാസത്ത്, സാസ യസൂസു, സിയാസത്ത് എന്നാണ് അറബിയിൽ രാഷ്ട്രീയത്തിന് പറയുന്ന പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ബുഖാരി മുസ്ലിമിലുണ്ട്. കാനത്ത് ബനു ഇസ്രായീല തസൂസുഹുമുൽ അംബിയാ. ബനു ഇസ്രായേലികളുടെ രാഷ്ട്രീയ നേതാക്കൾ ആരായിരുന്നു? പ്രവാചകന്മാരായിരുന്നു. ബനു ഇസ്രായേലികളുടെ രാഷ്ട്രീയ നേതാക്കൾ പ്രവാചകന്മാരായിരുന്നു. ഇദാ ഹലക നബിയുൻ ഫഖലഫഹു നബിയുൻ. ഒരാള് മരിച്ചു, അടുത്ത ആളെ തെരഞ്ഞെടുക്കും. അങ്ങനെയാണ്. ഒരു MLA മരിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കും. ഒരു മെമ്പർ മരിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കും. അതങ്ങനെ സ്വാഭാവികമാണ്. എല്ലാവരും നേതൃത്വം കൊടുത്തവരാണ്. പ്രവാചകന്മാര് മുഴുവൻ ഒരേ സമയത്ത് രാഷ്ട്രീയ നേതാവായിരുന്നു, ഇമാമായിരുന്നു, അമീറായിരുന്നു, ഖാളിയായിരുന്നു, വാഇളായിരുന്നു, മുഅല്ലിമായിരുന്നു. എല്ലാ മേഖലകളും പുൽകിയവരായിരുന്നു പരിശുദ്ധ പ്രവാചകന്മാർ. അല്ല നമ്മളെ പോലെ ഇന്ന് പള്ളിയിൽ മാത്രം ഒതുങ്ങുന്നവരല്ല, പൊതുസേവനം. അനസ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? 100 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് പൊതു ജനങ്ങൾക്ക് സേവനം ചെയ്യലാണ് എനിക്കിഷ്ടം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താ? ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങലാണ് എനിക്കിഷ്ടം. അപ്പൊ ആ ജനനായകന്മാരെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പല്ലേ ഇത്? പൊതുപ്രവർത്തനത്തിന് വേണ്ടി സജ്ജരാകുന്നവർ. പൊതുപ്രവർത്തനം, ജനസേവനം ചെയ്യണം, ജനത്തിനെ സേവിക്കുക. അതാണ് ഈ ജനസേവനം എന്ന് പറഞ്ഞത്. രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്താണ് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ? ഇവിടെ നീതി ഉണ്ടാകണം, അനീതി ഉണ്ടാകാൻ പാടില്ല. ധർമ്മം ഉണ്ടാകണം, അധർമ്മം ഉണ്ടാകാൻ പാടില്ല. വിശക്കുന്നവന്റെ വിശപ്പ് അടക്കുന്ന പരിഹാരം ഉണ്ടാകണം. ഒരു വിശപ്പാളിയും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. രോഗി ഉണ്ടെങ്കിൽ ആ രോഗിക്ക് ചികിത്സിക്കാനുള്ള വഴി ഉണ്ടാകണം. ഇതാണ് ഈ രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്വം. അങ്ങനെയുള്ള രാഷ്ട്രീയമാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് ശേഷം വന്ന ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീങ്ങൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് 2.5 വർഷം ഭരിച്ചു. ഉമറുൽ ഫാറൂഖ് 10 വർഷം ഭരിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 13 വർഷം ഭരിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഷഹീദാക്കപ്പെട്ടതോടുകൂടി അലി റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്ത് എല്ലാവരും അംഗീകരിച്ചു. എന്തായിരുന്നു ഇവരുടെയൊക്കെ ജോലി? ജനസേവനം. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാത്രി ഡ്രസ്സ് മാറി മഫ്തിയിൽ ഇറങ്ങും വഴിയിലോട്. അപ്പോൾ ഒരു കുഞ്ഞ് കരയുന്നു. എന്തേ കരയുന്നത്? ഒരു ഉമ്മ പാല് കൊടുക്കാൻ വിസമ്മതിക്കുന്നു. കാരണം എന്താ? പാലുകൂടി നിർത്തിയെങ്കിലേ ചുങ്കത്തിൽ നിന്ന് ഒഴിവാകാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ചുങ്കം കൊടുക്കണം. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകൾ കേട്ടുപഠിച്ച ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു പിറ്റേ ദിവസം പറഞ്ഞു, നിങ്ങളുടെ പാലുകുടി കുട്ടികളുടെ മുലകുടി നിർത്തണ്ട, നിങ്ങൾ അവർക്ക് 2 വർഷം പരിപൂർണമായിട്ട് നിങ്ങൾ മുല കൊടുത്തുകൊള്ളുക, നിങ്ങൾക്കുള്ള വിഹിതം ഖജനാവിൽ നിന്ന് ഞാൻ തരാം. മറ്റൊരു സന്ദർഭത്തിൽ ഇറങ്ങുമ്പോ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ, എന്താ സംഭവം അന്വേഷിക്കുമ്പോൾ ആരുമില്ല, പ്രസവ സമയമായി, പ്രസവം എടുക്കാൻ ആരുമില്ല. നേരെ ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്, CMO PMO എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. നേരെ പോയി തന്റെ ഭാര്യ ആതിഖ ബീവിയെ വിളിച്ചു കൊണ്ടുവന്നു. ആ വീട്ടിലേക്ക് പോയി ആ പെൺകുട്ടിയുടെ പ്രസവം എടുത്തു. പാതിരാത്രി 12 മണിക്ക്. വേറൊരു വീട്ടിലേക്ക് നടന്നു പോകുന്നു. കുട്ടികളുടെ കരച്ചില്. മെല്ലെ പോയി നോക്കി, എന്താ കരയുന്നത്? വിശക്കുന്നു കുഞ്ഞുങ്ങൾ, ഭക്ഷണമില്ല, കരയുകയാണ്. ഉമർ റളിയല്ലാഹു ഭരണം. നേരെ ഉമർ റളിയല്ലാഹു അൻഹു പോയി വീട്ടിൽ നിന്ന് ഗോതമ്പും കൊണ്ടുവന്നു, മാവ് കൊണ്ടുവന്നു, തന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ടുവന്നു. ആ കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തു അവരെ സ്വസ്ഥമായി ഉറക്കി. ജനസേവനം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ കാണുന്നില്ലേ, അതാണ് ജനസേവനം. പാത്രം കഴുകി കൊടുക്കുന്നു,
സ്ഥാനാർത്ഥിമാർ ഓടി വന്ന് പാത്രം കഴുകി കൊടുക്കുന്നു, മീൻ വെട്ടി കൊടുക്കുന്നു, മാക്സി കഴുകി കൊടുക്കുന്നു, വീടൊക്കെ അടിച്ചു തൂത്ത് വാരി വൃത്തിയാക്കി കൊടുക്കുന്നു. അതാണ് സേവനം. അങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ്. ട്രോളാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ജനങ്ങളെ സേവിക്കലാണ് ഈ ജനസേവനം എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള സേവനം ഇസ്ലാമിലുണ്ട്. പ്രവാചകന്മാർ ഇതൊക്കെ ചെയ്ത പണിയാണ്, ഇതൊക്കെ അവരെടുത്ത പണിയാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നും അവരൊന്ന് മാറ്റി നിർത്താനൊന്നും കഴിയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാടിന് അനുയോജ്യനായ, യോഗ്യനായ, നമ്മളെ സഹായിക്കുന്ന ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കണം. അതല്ലാതെ നമ്മൾ ഈ അനാവശ്യത്തിൽ പോകുന്നവനെയും, കള്ളുകുടിയന്മാരെയും, ഹറാമ് പ്രവർത്തിക്കുന്നവനെയും, കൈക്കൂലി വാങ്ങുന്നവനെയും, അങ്ങനെയുള്ള കരിഞ്ചന്തയ്ക്ക് കൂട്ടു നിൽക്കുന്നവനെയും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നറിയോ? നാം വോട്ട് ചെയ്യപ്പെടുന്ന വ്യക്തി, ആ വ്യക്തി ഒരു മദ്യപിച്ചാൽ, ആ വ്യക്തി വ്യഭിചരിച്ചാൽ, ആ വ്യക്തി കൈക്കൂലി വാങ്ങിയാൽ, ആ വ്യക്തി കള്ളത്തരം ചെയ്താൽ അതിൻ്റെയൊക്കെ ഒരു മിഥില സവാബ് ഈ കുത്തുന്നവനും കിട്ടും. അവ നല്ല ആളുകളെ നോക്കി സെലക്ട് ചെയ്ത് അവരെ കയറ്റിവിടുക. അതാണ് വേണ്ടത്. അങ്ങനെയുള്ളവർ നമ്മൾ തിരഞ്ഞെടുക്കണം. പ്രവാചകന്മാരുടെ ജോലി, അമീറുൽ മുഅ്മിനീങ്ങൾ ചെയ്ത പണി നല്ല പണിയാണിത്. ആരും പിറകോട്ട് നിൽക്കണ്ട, രംഗത്തേക്ക് വാ. അതാ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ മേഖലകളും പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒന്നിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണ്ട. എന്താ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ദുആ ചെയ്തത്? റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനാ, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനാ. അല്ലാഹുവേ, ഈ നാട് നീ നിർഭയത്വമുള്ളതാക്കണേ പടച്ചവനെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയാണ്. അന്ത മുശ്രിക്കീങ്ങൾ പിടിച്ചടക്കിയ പരിശുദ്ധമായ മണ്ണ്, ആ പവിത്രമേറിയ കഅബ ശരീഫ്, അതും അതിന്റെ പരിസര പ്രദേശങ്ങളുമെല്ലാം മുശ്രിക്കീങ്ങളെ കൊണ്ട് വലയം ചെയ്യപ്പെട്ടുവെങ്കിൽ, 33 കോടി ദേവികൾ ഉണ്ടായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദുആയുടെ ബർക്കത്തോടുകൂടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ തങ്ങളെ കൊണ്ടത് ഫതഹാക്കില്ലേ. ഇന്ന് അവിടേക്ക് കടക്കണമെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായവർക്കല്ലാതെ ആ പരിശുദ്ധമായ കഅബ ശരീഫിലേക്ക് പ്രവേശിക്കാൻ അനുമതിയില്ലല്ലോ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി തങ്ങളെ ആ 4 ഭാഗത്തും മീഖാത്ത് സ്ഥാപിച്ചത്. ആ മീഖാത്തിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമേ സാധ്യമാവൂ. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ആട്ടിയോടിക്കപ്പെട്ട മണ്ണിനെ റസൂലുള്ളാഹി തങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി ഇതാ മുഴുവനും നബി തങ്ങളുടെ കൈകളിലേക്ക് അല്ലാഹു ഏൽപ്പിച്ചില്ലേ. ഇന്ന് ലോക മുസൽമാന്റെ സമ്പത്തല്ലേ പരിശുദ്ധമായ കഅബ. അല്ലാഹു കൊടുത്തു. അത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് നമ്മൾ ചെയ്ത ഇതെല്ലാം കിട്ടും, പേടിക്കണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കൾ ഇന്ന് പിഴച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും വാപ്പയും ഉമ്മയും മക്കൾ അനുസരിക്കുന്നില്ല. പണ്ടങ്ങനെയല്ല. ആ വാപ്പായെ കണ്ടാൽ പേടിക്കുന്ന ഒരു കാലം. ഭയപ്പെടും ഉപ്പായെ കണ്ടാൽ. ഉപ്പ കാരണവർ എന്നൊക്കെ പറഞ്ഞ ഒരു പേടി ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു പേടിയില്ല. എന്താ കാരണം എന്നറിയോ? നിക്കാഹിൽ വന്ന അപാകതകളാണ്. പണ്ടുള്ള നിക്കാഹ് അള്ളാഹയെ പേടിച്ച്, റസൂലുള്ളാഹിയെ പേടിച്ച്, ശരീഅത്തിനെ പേടിച്ച് നമ്മൾ ചെയ്തിരുന്നു. അതിലുണ്ടായ മക്കളൊക്കെ ഇന്ന് വളരെ സാലിഹ്യങ്ങളായി കഴിഞ്ഞുകൂടുന്നു. പക്ഷെ ഈ ആധുനിക യുഗത്തിൽ, ഡിജിറ്റൽ യുഗത്തിൽ വന്ന മക്കളൊന്നും ഇന്ന് മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, ചെറുപ്പത്തിലേ അനുസരിക്കുന്നില്ല. അവർക്ക് മൊബൈൽ ഇല്ലാത്തൊരു ജീവിതമേ വേണ്ട. ഉപ്പയും വേണ്ട, ഉമ്മയും വേണ്ട, അവർക്ക് മൊബൈലാണ് അവരുടെ വാപ്പയും ഉമ്മയും. പണ്ടത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം നിക്കാഹിൽ വന്ന പാളിച്ചയാണ്. നിക്കാഹ് റസൂലുള്ളാഹിയുടെ സുന്നത്താണ്. ആ സുന്നത്തിന് വിപരീതമായി നമ്മൾ നിക്കാഹ് നടത്തുമ്പോൾ ആ നിക്കാഹിൽ അള്ളാഹ്ക്കും അവന്റെ റസൂലിനും ഇഷ്ടപ്പെടാത്തത് സംഭവിച്ചാൽ ആ പുതിയ പെണ്ണിനും